ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഫിഷിപ്പിന്റെ പുതിയൊരു സ്ഥലം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് പെരുമ്പാവൂരുള്ള ഒരു നമ്മുടെ അടിപൊളി സ്ഥലം കാണാൻ വേണ്ടി പോയി വന്നിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ ഫ്രണ്ട് കാണിച്ചൊക്കെ തരാട്ടെ. ഇപ്പം നമ്മൾ കയറി ചുള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ വന്നേക്കുന്ന പെരുമ്പാവൂർ അടിപൊളി സ്ഥലം കാണാനൊക്കെയാണ്. അതുപോലെ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഫുള്ള് നടക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫുള്ള് ആൾക്കാരുണ്ട് ഗൈസ്. നമ്മൾ ഫുള്ള് ആൾക്കാർ മുഴുവൻ എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ നമ്മളെല്ലാവരുമായിട്ട് നമ്മുടെ ട്രിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഇത് പെരുമ്പാവൂർ എവിടെയായിരുന്നു സ്ഥലം? അവിടെ സ്ഥലം എവിടെയായിരുന്നത്? പെരുമ്പാവൂര് പാടലിപ്പോരുന്നു അത് പറഞ്ഞ സ്ഥലമാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രിപ്പ് വ്ളോഗ് 2-ൽ നമ്മുടെ ട്രിപ്പ് നമ്മുടെ 2 ആണ് നമ്മുടെ. അപ്പം നമ്മൾ ഉറപ്പായിട്ടും ട്രിപ്പ് ഈ 10 ദിവസത്തെ അവധിക്ക് നമ്മൾ അങ്ങോട്ടിലൊക്കെ പോയി ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടൂർ നമ്മുടെ പെരുമ്പാവൂരാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇന്ന് വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളത് ഫ്രണ്ടിലെല്ലാവരും പോകുന്നുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. വേറെ ലെവല് കട്ടയൊക്കെ ഇട്ട് ചുമ്മാ വൈബ് സ്ഥലം കേട്ടോ. ഒത്തിരി പേര് പോകുന്നുണ്ട്. അപ്പോൾ ഇത് 2 കിലോമീറ്റർ കണ്ടോ നമുക്ക് വണ്ടി അവിടെ ഇട്ടിട്ട് നടക്കാനുണ്ട്. 2 സൈഡിൽ ഇങ്ങനെ ചുറ്റും കാടാണ് കേട്ടോ. നല്ല തണുപ്പ്, അടിപൊളി അന്തരീക്ഷം കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് നമുക്ക് നേരെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി ഇറങ്ങി ഫുള്ള് കുളിച്ച് റെഡിയായി സെറ്റായിട്ട് നമുക്ക് വരാം. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്കൊക്കെ പോവാം. ഗൈസ്, എല്ലാവരും ഓടുന്നത് കാണാം. അപ്പോൾ എന്താ പറയാൻ വേണ്ടി ഇവിടെ നിറച്ച് ഊഞ്ഞാലും ഇതൊക്കെ ഉണ്ട്. എല്ലാവരും ഊഞ്ഞാലാടാൻ വേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് കുപ്പിവെള്ളം, പ്ലാസ്റ്റിക് അങ്ങനെ സാധനങ്ങളൊന്നും കയറ്റാൻ പറ്റില്ല. കയറ്റുവാണെങ്കിൽ തന്നെ അവിടെ താഴ്ന്ന് മേടിച്ച് 10 രൂപ നമ്മൾ അടച്ച ശേഷം കൊണ്ടുവന്ന് തിരിച്ചടയ്ക്കണം കഴിച്ച്. എന്നെങ്കിലാണ് നമുക്ക് കുപ്പിയുടെ പൈസ വേറെ കിട്ടുള്ളൂ. നമുക്ക് ഊഞ്ഞാലൊക്കെ നാടാം. ചാടാ ചാടാ ഊഞ്ഞാലാർത്ത ഇപ്പൊ തരാം. ഒരു വീട് എടുത്തോ. ഊഞ്ഞാലിന് വേണ്ടി ഇച്ചിരി വലിച്ചാടാ അങ്ങോട്ട്. പോരെ 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 ചോദിച്ചേ. ഓക്കെ, അങ്ങനെ നമ്മളത് ഇപ്പൊ ഊഞ്ഞാൽ അടുക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി കേട്ടോ, അടിപൊളിയാണ്. ഗൈസ്, ഇവിടെ ഊഞ്ഞാലിന് വേണ്ടി അടിയാണ് ഗൈസ്. നമ്മളെ ഊഞ്ഞാൽ മാറിക്കൊടുക്കാൻ വേണ്ടി പോകണം. കരയുന്നു നമ്മുടെ അനിയത്തിരുന്ന് കരയോ ഗൈസ്. ഊഞ്ഞാലിന് വേണ്ടി കിടന്ന് കരയോ. അവിടെ പോയി മാറിക്കൊടുക്കുവാണ്. മാനാണ് ആടാൻ വേണ്ടി പോകുന്നത്. കമോൺ വാ ഊഞ്ഞാലാട് വാ. നമ്മൾ വലിച്ചുകൊണ്ട് പോവാണ് ഗൈസ്. കേറിയിരുന്നോ? അതെ, അമാൻ ആടാൻ പോവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഊഞ്ഞാലിൽ നിന്നും ഇറങ്ങി നമ്മൾ നേരെ പുഴയുടെ അടുത്തേക്ക് നടക്കുകയാണ്. അതുപോലെ നമ്മുടെ അയിനായൊക്കെ ഉണ്ട് ഗൈസ്. ബന്നൈന ഇവിടെ ഒരു ഹായ് കൊടുത്തു തന്നോ. നമ്മുടെ ഇവിടെ ഞണ്ടിക്കിലുണ്ടായിരുന്ന ടീംസ് മുഴുവനുണ്ട് ഗൈസ്. നമ്മുടെ അയിന ഉണ്ട്, അതുപോലെ അപ്പുണ്ട്, ആസിനുണ്ട്, എല്ലാവരും ഉണ്ട് ഗൈസ്. അതൊരു ഹായ് കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ. ഇങ്ങോട്ട് പോയി കൊടുക്കാം. അടിപൊളിയാണ്. ഇപ്പൊ എങ്ങനെയുണ്ടോ അത് പോവാൻ? അടിപൊളിയാണോ? അമാനെ ഒരു ഹായ് കൊടുത്തേ, ഹായ് കൊടുത്തേ ഗൈസ്. അങ്ങനെ നമ്മളിത് പുഴയുടെ അടുത്തെത്തി ഗൈസ്. നമ്മൾ ചൂണ്ടെടുത്തിട്ട് നമുക്ക് ചൂണ്ടിടാമായിരുന്നു. പക്ഷെ നമ്മുടെ വണ്ടിക്കകത്ത് നമ്മളെല്ലാം സെറ്റ് ചെയ്തോണ്ടാട്ടോ വന്നേക്കണം. നമുക്ക് പിന്നെ ഇപ്പോൾ ഫ്രോഗ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, വേറെ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലട്ടോ. നമ്മുടെ ഷാടും ഇതെല്ലാം നമ്മൾ പോയായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യണം. അതുപോലെ പശു വയ്ക്കണോ ഗൈസ്? പശു വയ്ക്കണോ ഗൈസ്? എൻ്റെ പോരെ ആരേക്ക് കൂട്ടുകാരിക്കണോ? ആരെയാണ് ഗൈസ്? ആരെ നിൽക്കുന്നു? ചുമ്മാണോ? പശുവാണ്. അത് നമ്മുടെ പുഴ ഇപ്പുറ സൈഡിലെത്തിയിട്ടുണ്ട് നമ്മളങ്ങനെ. ഓക്കെ, അങ്ങനെ നമ്മൾ ചൂണ്ടെടുത്തോണ്ട് നമുക്ക് ചൂണ്ടിടാം. പക്ഷെ നമ്മൾ കൊണ്ടുവന്നില്ല, താഴെ ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് വരും. ഓക്കെ, ഗൈസ് ഫുള്ള് കാട്, ഇപ്പുറ സൈഡ് പുഴ.
അതുപോലെ തന്നെ ഇത് കാട് വൈബാണ്ടോ ഇത് പുഴ വയ്ക്ക്. എൻ്റെ മോനെ ഇവിടെ വേനൽ അതായത് നല്ല അടിപൊളി കൊടിയ വേനയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ പുഴയിലിറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിരിക്കും. അതുപോലെ ഇവിടെ അടിപൊളിയാണ് നമുക്ക് കാണാനൊക്കെ. നമുക്ക് പ്ലെയിൻ പോണ ശബ്ദം കേൾക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെടുമ്പാശ്ശേരിൻ്റെ അടുത്ത ഭാഗത്തൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റും. അതിപ്പോൾ ഇപ്പോൾ അടിപൊളിയുണ്ട്. നമുക്ക് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വരുന്നതുണ്ടോ ഗൈസ്. ഇത് നോക്കി ഒരു അടിപൊളി ഒരു ഏർമാടം. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല, അത് ഫുള്ള് പോയി. അതുകൊണ്ട് ഇവിടെ മറച്ചു വെച്ചിരിക്കണം. അതുപോലെ തന്നെ ഇതുണ്ട് അടിപൊളി സീനറി ഗൈസ്. ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്ന സീനറിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതുണ്ട് ഇപ്പോൾ ഇത് സൈഡിൽ ഇങ്ങനെ കമ്പി വെച്ചൊക്കെയുണ്ട്. നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. വേനൽക്കാലത്താണ് നമുക്ക് ഇറങ്ങി കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ നോക്കാൻ ഒരാളിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ നേരെ കുറച്ച് ഫ്രണ്ടിലേക്ക് വിട്ട് നോക്കാം കേട്ടോ. അടിപൊളി ഇല്ലിക്കാടും ഇതുണ്ട് ഗൈസ്. ഇപ്പോൾ പോണതിൻ്റെ സൈഡിൽ കൂടെ മുഴുവൻ പുഴ അടിപൊളി കാടും. ഈ സൈഡ് നമുക്ക് പുഴ, അതുപോലെ തന്നെ ഈ സൈഡ് നമുക്ക് കാടാണ് കേട്ടോ ഗൈസ്. അപ്പം അടിപൊളിയാണ്. നമുക്ക് ഇപ്പോൾ കുളിക്കാനൊന്നും പറ്റില്ല. നമുക്കിപ്പോൾ കുളിക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കുറയാണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല ഒഴുക്കും നല്ല താഴ്ചയുണ്ട്. അതുപോലെ 3 പോര്, ഈ 3 പുഴകൾ വന്ന് പോര് വന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഫുള്ള് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഡിസംബറിലാണ് ഫുള്ള് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഏകദേശം പോയി വരാൻ പറ്റും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഇത് നോക്കിയ ഗൈസ്, ഒരു മരത്തിൻ്റെ വേര് നോക്കിയ ഗൈസ്. ഇത് എവിടെ നിന്നാണ് വന്നേക്കണെന്ന്. ഇവിടെ നിന്നാണ് ഈ ഒരു മരത്തിൻ്റെ വേരുകൾ പോയേക്കണമെന്ന് വെച്ചാൽ ഇവിടുത്തെ മണ്ണ് ഫുള്ള് പോയേക്കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ കുത്തി ഒലിച്ചൊഴുകുന്ന പുഴയാണ് ഗൈസ് ഈ കാണുന്നത്. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി കുറച്ച് ഫോട്ടോ അതേപോലെ തന്നെ കുറച്ച് വീഡിയോ അങ്ങനെയൊക്കെ എടുത്തിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മളത് പാണയിൽ ഇപ്പോൾ ഒരു പോര് നടക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കപ്പോൾ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പുറം പോയാലാണ് ഗൈസ് നമുക്ക് പോരും കാര്യങ്ങളും പോര് നടക്കുന്ന സ്ഥലം കാണാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര വെള്ളമാണ്. ഡിസംബർ മാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടത്തി വിട്ട് നമുക്ക് അപ്പുറം പോയി നമുക്ക് കാണാനും ഇതിനൊക്കെ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ഉറപ്പായിട്ടും ഡിസംബർ മാസത്തിലേക്ക് വന്ന് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തും. അപ്പം നേരെ ഇനി പോകുന്ന അടുത്ത നമ്മുടെ ട്രിപ്പ് ഇഞ്ചിത്തൊട്ടിപ്പാലം ഉണ്ട് ഗൈസ്. ഹേ ഗൈസ്, നമ്മളപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഇഞ്ചിത്തൊട്ടിപ്പാലത്തിൻ്റെ അടുത്താണ് ഗൈസ്. നമ്മളപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ പാലത്തിൽ കൂടെ കയറി ഒന്നും വീഡിയോ എടുത്തില്ല. നമ്മുടെ റോഡും റെയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മീൻ പിടിക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് നിറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മളിപ്പോൾ മീൻ പിടിക്കുന്നില്ല. നമ്മൾ അപ്പുറം പോയിട്ടാണ് ഇടുന്നുള്ളൂ. അപ്പുറം സൈഡിൽ പോയിട്ട് നമ്മൾ ഇടും. അത്യാവശ്യം നല്ല വലിയൊരു പാലമാണ്. അതേ അങ്ങ് വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആട്ടം കാര്യങ്ങളും കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഇത് എടുക്കാണ്ടിരുന്നത് കേട്ടോ വീഡിയോ. അതുകൊണ്ട് നമ്മുടെ ഈ റോഡും റെയിലൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് എടുക്കാം കേട്ടോ.